മഞ്ചാടിപുരം എന്ന ഒരു കൊച്ചു സുന്ദര ഗ്രാമം. ആ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്തിൽ വരുന്ന ഒരു വലിയ വനം. ഗുഡ് മോർണിംഗ് ഡിങ്ക. ഗുഡ് മോർണിംഗ് സാറ. അല്ല, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ആ സാറ, നല്ല വിശപ്പ്. വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കി നടക്കുക. ആണോ? ഇന്ന് പുഴക്കരയിലേക്ക് പോയില്ലേ? ഇല്ല, വേനൽക്കാലമല്ലേ, ആ പുഴയൊക്കെ വല്ലാതെ വരണ്ടു കാണും. മീനൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഓ, അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? വല്ല കാട്ടുതേനോ പ്രാണികളെയോ കിട്ടുമോ എന്ന് നോക്കട്ടെ. ശരി, എന്നാൽ ഡിങ്കൻ പോയിട്ട് വാ. അങ്ങനെ ഡിങ്കൻ അവിടെ നിന്ന് ചെല്ലുന്നു. നടന്നു നടന്ന് കാല് വേദനിക്കുന്നു. തിന്നാനാണെങ്കിൽ ഒന്നും കിട്ടുന്നുമില്ല. ഡിങ്കൻ മരം വെട്ടുകാരനായ ചിന്നനെ കാണുന്നു. ഈശ്വരാ, പുഴയിലാണെങ്കിൽ മീനുമില്ല, ഈ മരം വെട്ടുകാരനാണെങ്കിൽ മരമെല്ലാം മുറിക്കുന്നു. ഈ കാട് തന്നെ ഇല്ലാതാകുമോ എന്തോ. ഇവനാര്? പുഷ്പരാജനോ? അല്ല, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ? കണ്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു? മരം വെട്ടുന്നു, അല്ലാതെന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാട്ടുജന്തുക്കളുടെ കാര്യം ഓർത്തിട്ടുണ്ടോ? നിങ്ങളെ കുറിച്ച് ഞാൻ എന്തിനോർക്കണം? ഇപ്പോൾ വേനൽക്കാലമാണ്, പുഴയിലാണെങ്കിൽ വെള്ളമില്ല. ഇപ്പോൾ നിങ്ങൾ മരങ്ങളെല്ലാം വെട്ടുന്നു. ഈ കാടിന്റെയും ഞങ്ങളുടെയും അവസ്ഥ എന്താകും? ഈ മരങ്ങളിലുള്ള പക്ഷികളെല്ലാം എങ്ങോട്ട് പോകും? കുറെ നേരമായി ഇങ്ങനെ സംസാരിച്ച് എന്റെ സമയം നീ നഷ്ടപ്പെടുത്തിയ. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. അങ്ങനെ നിരാശയിൽ ഡിങ്കൻ അവിടെ നിന്ന് പോവുകയും മറ്റു കാട്ടുജന്തുക്കളോട് കാര്യം പറയുകയും ചെയ്യുന്നു. അപ്പോ അങ്ങനെയാണ് കാര്യം. നമുക്ക് എല്ലാവർക്കും കൂടി ആ മരം വെട്ടുകാരനോട് പോയി സംസാരിക്കാം. അതെ, ഒരു പ്രാവശ്യം കൂടി പോയി സംസാരിക്കാം. അങ്ങനെ എല്ലാവരും കൂടി ആ മരം വെട്ടുകാരനെ കാണാൻ പോകുന്നു. നിങ്ങൾ ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടി മുറിച്ചാൽ ഞങ്ങൾ എവിടെ താമസിക്കും? നിങ്ങൾ ഇങ്ങനെ എന്നെ ശല്യം ചെയ്താൽ ഞാൻ കൂടുതൽ മരങ്ങൾ മുറിക്കും. അയ്യോ വേണ്ട, ഞങ്ങൾ പോയേക്കാം. ഇതിൽ വളരെ ദുഃഖിതരായി അവർ മടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അയ്യോ അയ്യോ, ആരോ അപകടത്തിലാണെന്ന് തോന്നുന്നല്ലോ. വേഗം പോയി എന്താണെന്ന് നോക്കാം. അയ്യോ, ആ മരം വെട്ടുകാരനല്ലേ അത്? എന്നെ രക്ഷിക്കൂ. ഞാൻ പോയി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാം. നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെ സാറ മറ്റു കാട്ടുമൃഗങ്ങളെ വിളിച്ചു കൊണ്ടുവരികയും ആ മരം വെട്ടുകാരനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നന്ദി. നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടും നിങ്ങൾ എന്നെ രക്ഷിച്ചു. എന്നോട് ക്ഷമിക്കണം. ഇനി ഈ കാട്ടിലെ മരങ്ങൾ ഞാൻ ഒരിക്കലും മുറിക്കില്ല. അത് സാരമില്ല. ഒരാൾ അപകടത്തിലാകുമ്പോൾ ശത്രുവാണെങ്കിലും രക്ഷിക്കുക തന്നെ വേണം. അത് എല്ലാവരെയും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും തന്നെ ജീവിക്കണം.